ഹൈ കൂട്ടുകാരെ, ഈ കോരി ചെയ്യുന്ന ഈ കർക്കിടക മാസമല്ലേ, പഞ്ഞമാസം, ഈ മാസത്തിൽ എനിക്ക് ഇഷ്ടം പോലെ പച്ചക്കറികൾ വിളവെടുക്കാനുണ്ട്. പയറുണ്ട്, കാബേജ് ഉണ്ട്, വഴുതിനുണ്ട്, എല്ലാം വിളവെടുക്കാനുണ്ട്. ഞാൻ പിന്നെ കുറേ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് കുറച്ചൊക്കെ ഒക്കെ മൂത്ത് നമുക്ക് നല്ല, കാരണം എന്താ അറിയോ, ഇനി വേനൽക്കാലല്ലേ വരാൻ പോകണം, നമ്മൾ നട്ടുപിടിപ്പിച്ചൂടെ. അപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കൂടി അങ്ങക്ക് എന്തെല്ലാം വിളവെടുക്കാനുള്ള സമയം കാണിച്ചു തരാം, എന്തെല്ലാം എങ്ങനെയാണ് നടുന്നത് കാണിച്ചു തരാം, എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പച്ചമുളകുണ്ട്, ഒക്കെ ഉണ്ട്, ചീരണ്ട് കണ്ടില്ലേ. ഇനി ഞാൻ എങ്ങനെയാണ് ഞാൻ ഈ പയറ് നട്ടത്, എങ്ങനെയാണ് ഈ സമയത്ത് വിളവെടുക്കാനായതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ നടുന്ന രീതിയും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങ് വരി, എൻ്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യാറുണ്ട്, എന്നാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. ഞാൻ പയറ് പറിച്ച് കഴിയാനായി. ഇതാ എത്ര പ്രാവശ്യം പറിച്ചു എന്നറിയോ. പയർ അങ്ങനെ ഒന്നും പോകൂല കേട്ടോ, നമ്മൾ നോക്കിയാൽ മതി. ഇത് എങ്ങാനും കേട് വന്നാൽ ഇതിൻ്റെ മരുന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, എല്ലാം എൻ്റെ വീഡിയോയിലുണ്ട്. ഞാൻ ഒപ്പം തന്നെ ഈ പയറും അല്ല വിത്തും പറിക്കട്ടെ, എന്നിട്ട് ഈ വിത്ത് തന്നെ ഞാൻ നടുന്നത് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിലൂടെ പറിക്കാനുള്ളതും ഉണ്ട്, നല്ല മൂപ്പ് കുറഞ്ഞത്. ഇതാ ഇത് നല്ല വലിപ്പം, അത് ഇങ്ങോട്ട് എടുക്കുക. ഇന്ന് ഞാൻ ഇത് വെച്ചിട്ടാണ് നടാൻ പോണത് കേട്ടോ. ഇപ്പം തന്നെ സ്പോട്ട് തന്നെ നട്ട് കാണിച്ചു തരാം. ഇതാ എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവർ നട്ടോട്ടെ, എല്ലാവരും കേരളത്തിലെല്ലാവരും കൃഷിക്കാരികളായിക്കോട്ടെ. നോക്കുക, എൻ്റെ കാബേജ് കണ്ടോ, കാബേജ് ഉണ്ടായി വരുന്നേ ഉള്ളൂ. കുറേ കാബേജ് ഉണ്ട്, ഇത് മുകളിലാ. ഇതാ ചീര ഒരു ഭാഗത്ത് ഉഷാറാണ്. ഇത് എൻ്റെ കാബേജ്, ഇത് എൻ്റെ മട്ടുപ്പാവില. എല്ലാവർക്കും ഒരുപാട് മട്ടുപ്പാവ് സ്ഥലമുണ്ട് കേട്ടോ, എനിക്കൊന്നുമില്ല. എൻ്റെ മുകളിൽ ഞാൻ വേറെ തട്ട് പിടിപ്പിച്ചു പോയി. അപ്പം ഞാൻ ഉള്ള സ്ഥലത്ത് ഓണം പോലെ എന്നറിയില്ല, ഉള്ള സ്ഥലത്ത് ഞാൻ ഉഷാറാക്കി. എൻ്റെ ബ്രക്കോളിയും കണ്ടോ ഉഷാറായത്. കാബേജ് ഒരേ പ്രായക്കാരല്ല ഉണ്ട്. ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് വിളവെടുക്കാനാ. അതിനാ പെരുന്നാൾ ഓർമ്മ വരുന്നത്, പെരുന്നാളല്ല ഓണത്തിന് വിളവെടുക്കാനാ. ഇതാ എൻ്റെ നിത്യവേദനൻ്റെ കുറേ ഇതുണ്ട്. ഇതാ അടൊക്കെ നിത്യവേദന പറിക്കാണ്ട്, അതാടെ നിന്നോട്ടെ, നമുക്കിപ്പോൾ പയറ് പോരെ. ഇതിന് വേണ്ടി ഞാൻ എടുത്തത് ഇതാ ഈ ഗ്രോ ബാഗിൻ്റെ അടുത്ത് കുറേ ഉണ്ട്, നല്ല ലാഭത്തിന് കിട്ടിയത് കൊണ്ട് ഞാൻ എങ്ങനെയാണോ അത് നട്ടത് അതേ പൊട്ടി മിക്സ് ഞാൻ അതിനോട് നടുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഈ ചകിരി ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഹോൾസ് അടഞ്ഞു പോയില്ല, കുറേയൊക്കെ വെള്ളം പിടിച്ച് നിൽക്കും. ഇത് ഓവറില്ല, എന്നാലോ ഒരു ഒതുങ്ങി നിൽക്കും. ഞാൻ വീണുപോയി, അതാ ഇങ്ങനെ പരത്തി അടക്കുക. കാണണോ പരത്തി വെച്ച, ഇതാണ് പരത്തി. ഞാൻ ഇങ്ങനെ നിൽക്കും. ഞാൻ ആദ്യം ഇതൊന്നും ഇങ്ങനെ മടിച്ചാട്ടോ, എന്നാലും നമുക്ക് പോട്ടി മിക്സ് ഇടാനുള്ളൊരു സൗകര്യമുള്ളൂ. ഈ ഗ്രോ ബാഗില്ലേ, ഒരു 3-4 കൊല്ലമൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി. ഒന്ന് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കലാ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മണ്ണ് ഇടട്ടോ, എന്നിട്ട് നമുക്ക് വേറെ തുടങ്ങാം പോട്ടി മിക്സ്. അത് പിടിച്ച് നിന്നോട്ടെ. മണ്ണൊക്കെ നല്ല നനവുണ്ട്. ഞാൻ മണ്ണ് എപ്പം പറയുന്നത് തന്നെ, തോട്ടത്തിൽ പോയിട്ടൊന്നുമല്ല, ഞാൻ ടിപ്പറിൽ എനിക്ക് അടിച്ചു തന്നതാ. ചെടി ഭ്രാന്തുണ്ട്, ഇവിടെ ഒക്കെ കല്ല. ചെടി ഭ്രാന്ത് ഉണ്ടായിട്ടല്ലേ ഇപ്പോൾ എത്ര ദിവസമായി ഞാൻ വിളവെടുക്കുന്നത്, പയറും എല്ലാ സംഭവങ്ങളും. പിന്നെ പൂക്കളാണെങ്കിൽ നല്ല കണ്ട് ആസ്വദിച്ച് നിന്നൂടെ. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഞാൻ ചെയ്യും പോലെ ചെയ്ത് അങ്ങക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ പയറ് നടാൻ നോക്കുന്നത്. എനിക്ക് പല സ്റ്റേജിലുള്ള പല പ്രായത്തിലുള്ള പയറ് ചെടി ഉണ്ട്, വിളവെടുക്കുന്നുണ്ട്, മുളച്ച് ഉഷാറായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുപ്പിയിലും നടും. ഞാൻ ഒരിക്കലും കുപ്പിയിൽ നട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ കുറച്ച് മണ്ണിട്ട് ഇനി ഞാൻ പോട്ടി മിക്സ് ഇടട്ടെ. എൻ്റെ പോട്ടി മിക്സ് എന്താ അറിയോ, ബോഗൺവില്ല ഞാൻ എന്തായാലും പ്രൂൺ ചെയ്യണം. ഇത് ആർക്കെങ്കിലും കിട്ടിയാൽ നട്ട് പിടിപ്പിച്ചോളിയനും കേട്ടോ. എന്ത് ചെയ്യാൻ, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പ്രൂൺ ചെയ്യുമ്പോൾ ഞാൻ പിന്നെ നുറുക്കിയിട്ട് ഞാൻ ഒരു ഭാഗത്ത് വെച്ച് ഉണക്കി കത്തിക്കലാ. എന്താണെന്നറിയാം, ഇതിന് ഭയങ്കര കൂർപ്പാ, മുള്ളിന് കാലിന് ഷൂവിൻ്റെ ഉള്ളിലൂടെ കയറി നമ്മളെ കുത്തും. അതെൻ്റെ കൈക്കന്നപ്പം കുത്തി ഭയങ്കര മുള്ളാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒക്കെ അങ്ങ് ചീഞ്ഞ് പോയിക്കോട്ടെ വിചാരിച്ച മണ്ണിട്ട് കഴിഞ്ഞാൽ. ഇത്
ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും ഈ മണ്ണ് മേലെ കുറച്ചിട്ടാൽ. ഈ മണ്ണിൻ്റെ മാജിക്ക് തന്നെ അതാ. ഇതിൽ 2 തരം ജീവികളുണ്ട്, ഉപകാരമുള്ളതുണ്ട് ഉപദ്രവമുള്ളതുണ്ട്. ഈ നല്ല സൂക്ഷ്മജീവികളില്ലേ, നമ്മൾ ഇടുന്നതൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കും. കമ്പോസ്റ്റ് ആക്കി അത് മണ്ണാക്കി വളമായി മാറിയാൽ നമ്മളെ ചെടികൾ പിന്നെ വേര് പെട്ടെന്ന് വലിച്ചെടുക്കും. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറക്കാത്ത മണ്ണിൽ ചെടികൾ നന്നായിട്ട് വളരും. നമ്മൾ കൊണ്ടുപോയിട്ട് മണ്ണിൽ നിങ്ങൾ എന്തോ നട്ടു നോക്കി, എത്ര പെട്ടെന്ന് മുളക്കുന്നറിയോ. വേരോട്ടം ഉണ്ടാവും. അപ്പം നല്ലോണം ശാഖ ഉണ്ടാവും. ശാഖ ഉണ്ടായാൽ തന്നെ നല്ല മൊട്ട്, പൂവ്, കായ ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പം ഇടുന്നത് എന്താണെന്നറിയോ, പിന്നെ ഇതാ ചീമക്കൊന്നൻ്റെ ഇലല്ലേ, ഇതിൽ നൈട്രജൻ്റെ കലവറയാ. പിന്നെ അതുപോലെ നല്ലൊരു കീടനാശിനിയും കൂടിയാണ്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വേരൊന്നും ചീഞ്ഞു പോകില്ല. അങ്ങനെ നമ്മൾ നടുമ്പോൾ തന്നെ ഓരോന്ന് മനസ്സിലാക്കി നട്ടാൽ അങ്ങനെ ഒന്നും കേടി വരില്ല, വേരോട്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓരോ ലെയർ ഇടുമ്പോൾ ഞാൻ മണ്ണിടും. മണ്ണ് കുറഞ്ഞതേ ഉണ്ടാവുള്ളൂ, ലാസ്റ്റ് കൂടുതൽ പോട്ടി മിക്സാ. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് വിളവൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഈ പോട്ടി മിക്സ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒരു സാധനം ഉണ്ടാവും ഫുൾ മണ്ണായിട്ട്, സോഫ്റ്റ് മണ്ണായിട്ടുണ്ടാവും. ഒക്കെ ഇതിൻ്റെ ഗുണങ്ങളിൽ പെട്ട് നിങ്ങളോട് പറയുന്ന കുറേ പേർക്ക് അറിയില്ല. ഈ ചീമക്കൊന്ന ഇടാനുള്ള കാരണം എന്താ പറയുക, ഒന്ന് ഞാൻ പറഞ്ഞത് നല്ലൊരു കീടനാശിനിയാന്നുള്ളത്. ഈ കൊതുകൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് കത്തിക്കല്ലോ, ഇത് പച്ചയിൽ പുകയിച്ചാൽ മതി, കൊതുക് കയറൂല. പിന്നെ അങ്ങനെ ഒന്നും അണുക്കൾ കയറൂല, പുഴു വരൂല. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ശീമക്കൊന്ന. ഇപ്പം ശീമക്കൊന്നൻ്റെ ചെറിയ കമ്പ് കൊണ്ടുപോയി നട്ടു നോക്കി നല്ല ഉണ്ടാവും. ഇപ്പം നല്ല മഴക്കാലം ഏത് നട്ടാലും ഉണ്ടാവും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ബോഗൺവില്ല കടലാസ് പൂവ് നടുന്ന ടൈമാട്ടോ ഇത്. അപ്പം ആരും സമയം കളയാൻ നിൽക്കണ്ട, ഇപ്പം തന്നെ അങ്ങ് തുടങ്ങിക്കോളി. ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് തരും. കാരണം ബോഗൺവില്ല നിറച്ചുണ്ടായിട്ട് പ്രൂൺ ചെയ്യാൻ വെക്കുക. അപ്പം നിങ്ങളാ കൊത്തിക്കൊണ്ടാവും വിചാരിക്കും, സമാധാനമായി എന്ന് വിചാരിക്കും. ഇതാ അതിട്ട് ഇനി കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. ഇത് മണ്ണിട്ട് അങ്ങനെ നമ്മൾ അത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. ഇതിന് തീരെ വെയിറ്റ് ഇല്ല. ഇത് നമുക്ക് മട്ടുപ്പാവിലൊക്കെ കൊണ്ടുവച്ചാൽ നല്ല സുഖമാണ്, തീരെ വെയിറ്റില്ല. കുറച്ചുകൂടി മണ്ണിടട്ടെ. ഇനി അടുത്ത് ഞാൻ ഇടുന്നത് എൻ്റെ കരിയില കമ്പോസ്റ്റാണ്. അത് ഞാൻ ചാക്ക് കണക്കിന് എടുത്ത് വെച്ചതാ. കരിയില കമ്പോസ്റ്റ് ഇങ്ങനെ മേലെ ഞാൻ കരിയില കമ്പോസ്റ്റ് ഇട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താ അറിയോ, ഇതിൽ ധാരാളം നമ്മൾ അടുക്കളയിലെ പച്ചക്കറി മുറിച്ചിട്ടതൊക്കെ ഇതിലിട്ട് കമ്പോസ്റ്റ് ആക്കിയാണല്ലോ. അപ്പോൾ ആ വിത്തൊക്കെ ഇതിലുണ്ടാവും. അങ്ങനെ ആ വിത്ത് പിന്നെ മുളക്കും. അങ്ങനെ മുളച്ച എന്തൊക്കെ മുളക്കും അറിയോ, പയറ്, ചീര, വഴുതിന, വെണ്ട എല്ലാം മുളക്കും. ഇവിടെ അത് നമ്മൾ പിരിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് വേറെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നഴ്സറിയിലൊന്നും പോണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് തൈ കിട്ടും. അപ്പം എന്തെല്ലാം ഗുണമുണ്ട്, വളവുമായി തയ്യും കിട്ടും, വീണ്ടും ഉഷാറാവും. ഇനി ഞാൻ നടാൻ പോവാ കേട്ടോ. ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നിന് കേട് വരികയാണെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുക, വെണ്ണീര് കൊടിയുക, അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. കല്ല് വേണ്ട നമുക്ക്, കല്ലിതിൽ വേണ്ട. അതിൽ തന്നെ ഇട്ട് ഇവിടെ ഒന്നും ഇട്ടുകൂടാ. ഇപ്പം നല്ല മഴക്കാലമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സേഫ്റ്റിലാണോ ഉള്ളത്, സേഫാണോ? ഇവിടെ വലിയ കുഴപ്പമില്ല, ഒന്നും ബാധിച്ചിട്ടൊന്നുമില്ല, അത്രേ പറയാൻ പറ്റൂ. വയനാട് എൻ്റെ പ്രിയപ്പെട്ടവർ വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ എത്ര ആളാണ് എന്നോട് അന്വേഷിച്ച് ഞാൻ സേഫാണോ. കാരണം വയനാട് നിന്നല്ല കേൾക്കുള്ളൂ. ഞാൻ മാനന്തവാടി ഭാഗം, ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ. ഇനി ഉണ്ടാവാതെ നിൽക്കട്ടെ, ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പം അതാ ഞാനിപ്പോൾ ഈ ഒരു പറയെ നിങ്ങളെ കാണിച്ചുള്ളൂ. ഇതിൻ്റെ മുമ്പും കുറേ വട്ടം പറിച്ചതാണ്. എനിക്കിപ്പോൾ 2 തോരനുണ്ട്, കാബേജ് ഉണ്ട്. ഞാൻ ഇന്ന് അതിൽ തന്നെ അങ്ങോട്ട് എടുത്തതാട്ടോ. പയറിൻ്റെ വിത്ത് ഇതാ പൊതിർന്ന് മഴ കൊണ്ടിട്ട് ഇതാ 4 ഇതിന് വേണ്ടു. പക്ഷെ ഞാൻ മൊത്തം നടുന്നുണ്ട്. എന്നിട്ട് മുള വന്നിട്ട് ഞാൻ മാറ്റി നടും. അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ കാണിച്ചു തരാം. നീണ്ടു പോകുന്നുണ്ടോ വീഡിയോ? എന്താ ഞാൻ നിങ്ങൾക്ക് ക്ലിയറായി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ പ്രചോദനമായിട്ട് എത്ര ആൾ മടിച്ചായിട്ട് കടന്നുറങ്ങുന്നവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നേണ്.
എൻ്റെത് കണ്ടിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ എല്ലാവരും കൃഷിയിലോട്ട് വരട്ടെ. എന്നിട്ട് ഉച്ചന് ശേഷം കൃഷിയെടുത്ത് എന്തൊരു സന്തോഷം എന്നറിയോ, ഒരു ഇല വരുന്നത് കണ്ടാൽ മതി നമുക്ക് ഹാപ്പിയാ, ഭയങ്കര സന്തോഷം. ഇതാ ഇത്രയായി വലുപ്പമായി പോയിട്ടോ, മഴ കൊണ്ട് നനഞ്ഞിട്ട്. ഇതാ നീ ആ നടാൻ പോട്ടെ കേട്ടോ, നടട്ടെ. ഞാൻ ഫുള്ള് നടൂ, 4 ഇതിൽ വെക്കൂ. ഒന്ന് മെല്ലെ തൊടിച്ചാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അധികം അടിയിലോട്ടൊന്നും പോണ്ട കേട്ടോ. അധികം അടിയിലോട്ട് പോയാൽ ഇതിന് വായുസഞ്ചാരം കിട്ടൂല, മുള വരൂല, അങ്ങനെ ഒന്നും. ഈ 4 ഞാൻ ഇവിടെ വെക്കും. ബാക്കിയുള്ളത് ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് വെക്കുന്നേ ഉള്ളൂ. മുളച്ചോട്ടെ, മുളച്ചിട്ട് ഞാൻ മാറ്റി നട്ടു. മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ അങ്ങ് ഇനി ഏതാണോ കരുത്തിൽ വളരുന്നത് അത് വെക്കാലോ അല്ലേ. അങ്ങനെയുണ്ട് ഇതിന് ഗുണം. ഇതാ എങ്ങനെ വിജയകരമായിട്ട് ഞാൻ നീളം പയറ് നട്ട് കഴിഞ്ഞു, വിളവെടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു. ഇതൊക്കെ വളാക്കിയിട്ട് ഇതിൽ വെക്കാം. ഇതെല്ലാം വളയിക്കോളൂ, ഇതൊക്കെ വള. ഇവിടെ നോട്ടൊക്കെ ചീഞ്ഞോളൂ. ഇട്ട് നാളെ മറ്റന്നാളാകുമ്പോഴത്തേക്ക് മെല്ലെ പൊങ്ങി വന്ന് വേരുള്ളിലോട്ട് പോയി മറ്റേ ഇലഭാഗം ഇങ്ങോട്ട് വന്ന് 2 ഇല വന്ന് 3 ഇല വന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരുമ്പോൾ എന്താക്കുന്നറിയാം, നമുക്ക് ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വടി കുത്തി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കയറ് കെട്ടിക്കൊടുക്കും. നീളത്തിൽ കയറ് കെട്ടിയിട്ട് ഇതിന് പടരാൻ എത്ര സൗകര്യമുണ്ടോ അത്രക്കും പൂവിടും. ആ പൂ കായായി വരും ചെയ്യും. വെയിലും നന്നായിട്ട് തട്ടണം. പിന്നെ അഥവാ നമ്മളിങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും വെള്ളീച്ച എന്തോ ഉണ്ടെങ്കിൽ നമ്മൾ ഇല്ലെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും അല്ലെ വെണ്ണീരില്ലേ ചാരോ അത് കലക്കിയതും കൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഒക്കെ ജൈവ, ഒന്നും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ മൂഞ്ഞ വന്നില്ലെങ്കിലും ചെയ്യാം. എടെങ്കിലും പാറി നമ്മളടുത്ത് എത്തിയാൽ അത് ഇങ്ങനെ അടുത്ത് വെക്കുമ്പോൾ തന്നെ അത് കയ്പ്പ് രസമായിരിക്കും, വരൂല. അങ്ങനെ ഉണ്ട്. പിന്നെ മൂഞ്ഞ വന്നു കഴിഞ്ഞാൽ അതിന് നീര് ഊറ്റി കുടിച്ചാൽ ഇതിൻ്റെ ആരോഗ്യം പോയി, വളർച്ചയും പോയി, മുരടിച്ച് പോകും. എന്നിട്ട് മൂഞ്ഞ അതിൻ്റെ നീര് ഊറ്റി കുടിച്ചിട്ട് അതിൽ നിന്നൊരു തേൻ പോലത്തെ ദ്രാവം പുറത്ത് വിടും. അത് തിന്നാനാണ് ഈ ഉറുമ്പ് വരുന്നത്. അങ്ങനെ നമ്മളെ ചെടി വിശേഷം മൊത്തം പോവും. അതുകൊണ്ട് നമുക്ക് തുടക്കം തന്നെ ഞാൻ പറയും പോലെ ചെയ്താൽ, ഞാൻ ഇപ്പം വിളവെടുത്ത് കണ്ടില്ലേ, ഞാൻ എൻ്റെ ബാക്കിയുള്ള പച്ചക്കറികൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ പയറിൻ്റെത് ഇവിടെ നിൽക്കട്ടെ. അടുത്ത ഇതെന്താ അറിയോ, തക്കാളി ചെടി. ഞാൻ കുറേ തക്കാളിൻ്റെ ചെടീനെ കട്ട് ചെയ്തിട്ട് ഞാനിത് മണലിൽ കുത്തിവെച്ചതാ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിറയെ വേര് വരും. വേര് വന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇപ്പം ഞാൻ എടുക്കുന്നില്ല, വേര് വന്നിട്ടില്ല. വേര് വന്ന് ഞാൻ നട്ടും പോയി. പിന്നെ ഒരു തക്കാളി ഉണ്ടായാൽ മതി, നമുക്ക് അതിൽ നിന്ന് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് തോട്ടം പോലെ പിടിപ്പിക്കാം. നമുക്ക് നഴ്സറിയിലൊന്നും പോവേണ്ട. അതുപോലെ കാബേജ്, ഒരു കാബേജ് വിളവെടുത്താൽ മതി, ചുറ്റും കാബേജ് തൈ വരും. അത് കട്ട് ചെയ്തിട്ട് കാബേജ് നടാം. അങ്ങനെ എന്തെല്ലാം പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കുറേ പേർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങ് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ചെയ്യാലോന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതെൻ്റെ ഉണ്ട വഴുതിന കേട്ടോ. ഉണ്ട വഴുതിന 2-3 ഞാൻ പറിച്ചു. ഇതാ ഇപ്പം കണ്ടോ, വലുത് കണ്ടോ, എന്താ കണ്ടോ, വലുതായി ഇവിടൊക്കെ മൊട്ടു. അതൊക്കെ കായം മൊട്ടു. അതിനൊന്നും ഒരു കേടുമില്ല ചെടിക്ക്, ആ മരുന്ന് കൊടുക്കുന്നത് കൊണ്ട്. ഇതിലൊക്കെ നിറച്ച് ഇതാണ്ടാണോ, ഇതിലൊക്കെ ഉണ്ടാകുന്നത് നിറയെ പൂവാ. ഇത് എൻ്റെ ഓണത്തിനേക്കുള്ള കുമ്പളങ്ങ, പൂതക്കുമ്പളങ്ങ. അതെൻ്റെ പീച്ചങ്ങ വിളവെടുക്കാനായിട്ടുണ്ട്. കുറേ പറിച്ചു ഞാൻ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. സ്ഥലമില്ലാത്തത് കൊണ്ട് എൻ്റെ കയ്പ നട്ടത് എവിടെ നോക്ക്. ഇതാ വള്ളി എത്ര സ്പീഡിൽ, എന്താണ് റോക്കറ്റ് സ്പീഡ് എന്ന് പറഞ്ഞ് ഉഷാറിൽ പോകുന്നുണ്ട്. നിത്യവഴുതന നോക്ക്, നിത്യവഴുതന ഉണ്ടായത് എത്രയാ ഉണ്ടായത്. നിത്യവഴുതന അടിപൊളിയാട്ടോ. ഇവിടെയുണ്ട് പയറാളായി വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരെ ആക്രമിക്കാൻ ആള് വന്ന് കളിയൂ, അതാണുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ പയറ് നടിയിൽ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. എനിക്കിഷ്ടംപോലെ പയറ് വിത്തും ഉണ്ട് കേട്ടോ. ഞാൻ വിത്താക്കി വെക്കും കുറേ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.